തീർച്ചയായും ഇനി വീണ്ടും നമുക്ക് വേദി ഒന്നിന് മുന്നിലേക്ക് തന്നെ പോകാം. അവിടെ ഭദ്രയുണ്ട്. ഭദ്ര കൂടുതൽ അതിഥികളുമായി കൂടുതൽ വർണ്ണാഭമായ ചടങ്ങുകളെ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. കലോത്സവ വേദിയിലേക്ക് തന്നെ തിരികെ പോകുന്നു. ഭദ്രാചന്ദ്രൻ, ഭദ്ര, എന്തൊക്കെയാണ് ഇനിയുള്ള പുതിയ പരിപാടികൾ? ഈ കലോത്സവ വേദിയെ കൂടുതൽ വർണ്ണാഭമാക്കുന്ന നിരവധി ചടങ്ങുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രധാന ആകർഷണം ചവിട്ട് നാടകം ഉണ്ട്, മൂകാഭിനയമുണ്ട്, ഇപ്പോൾ നാം ദഫ്മുട്ട് കണ്ടു. ഇനി ആരൊക്കെയാണ് കൂടെയുള്ളത്? അജിംഷാദ്, ഇന്ന് പ്രധാനപ്പെട്ട മത്സരങ്ങളൊക്കെ തന്നെയുണ്ട്. അതായത് ഭരതനാട്യമുണ്ട്, ദഫ്മുട്ടുണ്ട്, അതുപോലെ തന്നെ തിരുവാതിരക്കളി എല്ലാം തന്നെയുണ്ട്. ഇന്നിപ്പോൾ നമ്മോടൊപ്പം ഗസ്റ്റായിട്ട് മറ്റൊരു അതിഥി കൂടി എത്തിയിരിക്കുകയാണ്. ആരോണാണ്. ആരോൺ ഇവിടെ താഴെ ഇരിക്കുകയാണ്. അപ്പോൾ ആരോണേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണ്. ഞാൻ കോഴിക്കോട് നിന്നായിരുന്നു. ആരോൺ ഗിറ്റാർ കഴിഞ്ഞോ? പെർഫോമൻസ് കഴിഞ്ഞു. എ ഗ്രേഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അജിംഷാദെ, ആരോണിന്റെ കയ്യിൽ ഗിറ്റാർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ജീവവായു അല്ലേ? അതെ, ഇതില്ലാണ്ട് ആരോണിന് പറ്റില്ല എന്നാണ് ആരോട് പറയുന്നത്. എന്തായാലും നമുക്ക് ആ പെർഫോമൻസ് ഒന്ന് കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം. ഓക്കെ. ആരാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാനിങ്ങനെ ഇത് വായിക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ, സ്ട്രിങ്സ്. പക്ഷെ ഇവിടെ അടിക്കുന്നത് അത് ഡ്രിഫ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പീസ്, ആൻഡി മൈക്കിന്റെ. അപ്പൊ അയാൾ തന്നെ കമ്പോസ് ചെയ്തൊരു സാധനം. അത് ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടായിരുന്നു? അല്ല, യൂട്യൂബ് നോക്കി പഠിച്ചു. എന്നെ ആക്ച്വലി ആനന്ദ് എന്ന് പറഞ്ഞൊരു സാറാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ സാറ് പഠിപ്പിച്ചു തന്നു. ഇത് പഠിക്കാൻ എത്ര ദിവസം എടുത്തു? അതായത് നമുക്കിപ്പോ സാധാരണ സ്ട്രിങ്സ് വായിക്കുന്നത് ഓക്കെയാണ്, ഈ ഇപ്പൊ പറഞ്ഞ ഈ സംഭവമല്ലേ, ഇത് പഠിക്കാൻ എത്ര സമയം എടുത്തു? ഇത് ആക്ച്വലി ഞാൻ ഒരു 1 year എടുത്തിട്ടാണ് പഠിച്ചത്. കോൺസെൻട്രേഷൻ പോവോ രണ്ടും കൂടി ആവുമ്പോ? ആക്ച്വലി കുറച്ച് കോൺസെൻട്രേഷൻ വേണ്ട ഒരു ഐറ്റാണ്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയോട്ടെ. ഇതാണോ? ഓക്കെ. അജിംഷാദ്, എന്തായാലും എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചിരിക്കുകയാണ്. അപ്പൊ ആരോണ് അറിയാത്ത പരിപാടിക്ക് എ ഗ്രേഡ് വാങ്ങി. ശരി, എന്തായാലും നമുക്ക് ആരോണിന് ആശംസകൾ അറിയിക്കുകയാണ്. കേരളാവിഷന്റെ പ്രേക്ഷകരും. ഇപ്പൊ എത്രയിലാണ് പഠിക്കുന്നത്? +1 ആണ്. അപ്പൊ അടുത്ത വർഷം എന്തായാലും കലോത്സവ വേദിയിൽ ഉണ്ടാവും. എന്തായാലും തീർച്ചയായും ഉണ്ടാവും. ഓക്കെ, അപ്പൊ വളരെയധികം നന്ദിയുണ്ട് മോനെ. എല്ലാവിധ ആശംസകളും. ഓക്കെ, ശരി അജിംഷാദെ. അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് പ്രധാന വേദികളിലേക്കൊക്കെ പോയിട്ട് തിരിച്ചു വരാം. ശരി.